ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനൂസ് ഡ്രീമി ക്രിയേഷൻസ്. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ബാങ്കിളാണ് ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിനായി ഞാനിവിടെ കുറച്ച് ഇതുപോലുള്ള ബാംഗിൾസ് എടുത്തിട്ടുണ്ട്. എല്ലാ ഫാൻസി കടകളിലൊക്കെ ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ബാംഗിൾസ് കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലൊരു സിൽക്ക് ത്രെഡാണ് കേട്ടോ. പല കളറിലും നമുക്ക് സിൽക്ക് ത്രെഡ് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു സ്ക്വയർ ടൈപ്പിലുള്ള കുന്തൻ സ്റ്റോണുകളാണ്. പിന്നെ ഞാൻ നമ്മുടെ സാധാരണ ഷുഗർ ബീഡ്സിനെയും കാട്ടി ഒന്നുകൂടി കുറച്ചുകൂടി വലിയ ടൈപ്പിലുള്ള ഷുഗർ ബീഡ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ 4 ചെറിയ വളകളും അതേപോലെ വീതി കൂടിയ 2 വളയുമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ നമ്മുടെ സിൽക്ക് ത്രെഡിനെ നമ്മുടെ ലെങ്ത് അനുസരിച്ചിട്ട് ഒരു 20 ഇഴയായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ, നീളത്തിൽ. അപ്പോൾ ആ 20 ഇഴയിനെ നമ്മൾ അറ്റത്ത് നമ്മൾ എടുത്തിട്ടുള്ള ആ സിൽക്ക് ത്രെഡിൻ്റെ അറ്റത്ത് ഗ്ലൂ തേച്ചിട്ട് നല്ല പരത്തിയിട്ടാണ് ഗ്ലൂ തേച്ച് കൊടുക്കുന്നത്. കാരണം നല്ല ഉണ്ടയായിട്ട് നമുക്ക് ത്രെഡ് കിട്ടാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ നല്ല വീതിയിൽ നമ്മൾ ആ ഒരു ബാംഗിളിൻ്റെ അടിവശത്ത് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഈ ബാംഗിളിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ത്രെഡ് പുറത്തോട്ട് എടുത്തിട്ട് വീണ്ടും ഇതുപോലെ പരത്തിയിട്ട് തന്നെയാണ് പരത്തി വെക്കുക കേട്ടോ. ഉണ്ടയാക്കി വെക്കരുത്, അപ്പോൾ കാണാൻ ഭംഗി ഉണ്ടാവില്ല. ഇതുപോലെ പരത്തി വെക്കുമ്പോഴാണ് നമുക്ക് ത്രെഡ് ലാഭിക്കാനും പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് ഒന്ന് ചുറ്റി കൊടുക്കുക. ഇങ്ങനെ നമുക്ക് ഈ ഫുള്ളും എല്ലാ വളകളും ഇതുപോലെ ഒന്ന് പരത്തി നല്ലപോലെ വലിച്ച് ഇതുപോലെ ടൈറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു വളകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പം നമുക്ക് ഇതുപോലെ ഞാൻ എല്ലാ വളകളും ഫുള്ള് ആ ത്രെഡ് ചുറ്റിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ ഇടാം കേട്ടോ. 2 എണ്ണം ആ ഒരു വീതി കുറഞ്ഞ വള നടുവിലും, അതേപോലെ 2 എണ്ണം അപ്പുറത്തായിട്ട് ഇങ്ങനെ ഇടാം. പക്ഷെ ഞാനിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണല്ലോ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെയാണ് ഞാനിത് വെക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇത് ഒന്ന് മടുത്തു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ രീതിയിൽ ഇടുകയും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇവിടെ പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഫാബ്രിക് ഗ്ലൂ ആണ്. ഇതുപോലെ ആ ഒരു ചെറിയ വളയിൽ, അതായത് വീതി കുറഞ്ഞ വളയിൽ ഞാൻ ഇങ്ങനെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ സ്ക്വയർ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ ഇതുപോലെ സ്ക്വയർ ആയിട്ട് തന്നെയാണ് വെച്ചു കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഡയമണ്ട് ഷേപ്പിലും വെച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ സ്ക്വയർ ഷേപ്പിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഇതുപോലെ വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മളുടെ ഷുഗർ ബീഡ്സ് ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗ്ലൂ നല്ലതുപോലെ അപ്ലൈ ചെയ്യണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ ഈ ഗ്ലൂ ഒന്നും പിടിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മൾ ഊരുമ്പോഴൊക്കെ ആ മുത്തുകൾ കൊഴിഞ്ഞു പോവും. പക്ഷേ ഇത് അധികം നല്ല സ്ട്രോങ് ആണ് കേട്ടോ. നമ്മളെ ഊരുമ്പോഴും ഇടുമ്പോഴും ഒന്നും ഈ മുത്തുകൾ പോവാറില്ല. അതിന് ഇതുപോലെ തന്നെ പശ നമ്മൾ തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോഴാണിത് നല്ല രീതിയിൽ ഒട്ടി നിൽക്കുള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും അതിൻ്റെ അടിവശത്തും ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ ആ നമ്മുടെ ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉണങ്ങി കിട്ടണമെങ്കിൽ നല്ലതുപോലെ വെയിലൊക്കെ ഉണ്ടെങ്കിൽ വെയിലത്ത് വെച്ചിട്ടൊക്കെ ഉണക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നല്ലതുപോലെ സ്ട്രോങ് ആയിട്ട് നമുക്കത് ഉണങ്ങി കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ എന്തായാലും ഒരു നൈറ്റ് എന്തായാലും നമ്മൾ ഈ ബാംഗിൾ ഉണങ്ങാനായിട്ട് വെക്കണം. അല്ലാതെ പെട്ടെന്ന് ഉണങ്ങി എന്ന് പറഞ്ഞിട്ട് ഇടാനൊന്നും നോക്കരുത്, നല്ലതുപോലെ ഉണങ്ങട്ടെ. പിന്നെ ഞാനിപ്പോൾ വെച്ചതിൻ്റെ നേരെ താഴോട്ടായിട്ട് വീണ്ടും ആ കറക്റ്റ് അളവ് കിട്ടാനായിട്ടാണ് കേട്ടോ. നേരെ താഴെയും അതുപോലെ 2 സൈഡിൽ നമ്മൾ കുരിശൊക്കെ വരയ്ക്കുന്ന ആ ഒരു രീതിയിൽ ഞാൻ ഈ മുത്തുകൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇതുപോലെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, നമ്മൾ ഫസ്റ്റ് സെൻറ്ററിൽ സ്ക്വയർ ഷേപ്പിലുള്ള ആ ഒരു കുന്തൻ സ്റ്റോൺ വെച്ചു. പിന്നെ നമ്മൾ ഷുഗർ ബീഡ് ട്രയാങ്കിൾ ഷേപ്പിലും വെച്ച് കൊടുത്തു. ഇപ്പം ഞാൻ അതിൻ്റെ നേരെ താഴെ ആ ഒരു ഏകദേശം അളവ് നോക്കിയിട്ട് ഇതുപോലെ അവിടെയും താഴത്തും അതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഇതേപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മൾ ആ ഷുഗർ ബീഡ്സ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് അപ്പുറത്തെ സൈഡും ഒരു കുരിശ് പോലെ നമുക്ക് ചെയ്തു കൊടുക്കാം.
അപ്പോൾ അതിൻ്റെ നമ്മളിപ്പോൾ ഈ കുരിശ് പോലെ വെച്ച് കൊടുത്തതിൻ്റെ സെൻറ്റർ ഭാഗത്തൊക്കെ ഇങ്ങനെ കുറേ ഗ്യാപ്പുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഗ്യാപ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. ഇനി വേണമെങ്കിൽ വീണ്ടും നമുക്ക് ഇതേപോലത്തെ ഒരു ഡിസൈനും കൂടിയും ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ വേറെ ഷുഗർ ബീഡ്സൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ വല്ല സീക്വൻസോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് മൊത്തത്തിലൊന്ന് ചെയ്തതിന് ശേഷം ഒന്ന് കണ്ടു നോക്കാം കേട്ടോ, എങ്ങനെയാണ് ഈ ഒരു ബാങ്കിൾ വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ നമുക്കൊന്ന് ഇതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിലും ബാക്കിയുള്ള 3 വളകളിലും ചെയ്തെടുക്കണം. അപ്പം നമുക്കൊന്ന് സ്പീഡിൽ ഒന്ന് കണ്ടു നോക്കിയാലോ. അങ്ങനെ ഞാൻ മറ്റേ 4 വളകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് മുൻപായിട്ട് ഇതുപോലെ ആ വീതി കൂടിയ വളയിൽ ഞാൻ ഇങ്ങനെ ആ ഒരു നമ്മൾ സ്ക്വയർ ഷേപ്പിലുള്ള ആ ഒരു കുന്തൻ സ്റ്റോണിനെ ഡയമണ്ട് ഷേപ്പിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെയും മുകളിലുമായിട്ട് താഴെ ഞാൻ ആ ഒരു ഡയമണ്ട് ഷേപ്പ് പോലെ തന്നെ ഇങ്ങനെ ആ കുന്തൻ സ്റ്റോൺ വെച്ച് കൊടുത്തു. എന്നിട്ട് ആ രണ്ടിൻ്റെ മുത്തുകൾക്കിടയിൽ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ടല്ലോ, ആ ഗ്യാപ്പിലും ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ റൗണ്ട് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ അപ്പുറത്തും ഇപ്പുറത്തും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഡിസൈനാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് കുറച്ച് നല്ലതുപോലൊരു ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഒരു ഷേപ്പിലുള്ള എന്താ പറയുക ചന്ദ്രക്കല പോലെയുള്ള ആ ഒരു ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺ ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിന് താഴെ വീണ്ടും ഞാനൊരു ബാങ്കിൾ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെ നമ്മളിപ്പോൾ നേരത്തെ ഫസ്റ്റ് ചെയ്ത ആ ഒരു ഡിസൈൻ ചെയ്യുക. എന്നിട്ട് ചന്ദ്രക്കല നമ്മളിപ്പോൾ ഇങ്ങോട്ടാണ് വെച്ചിട്ടുള്ളതെങ്കിൽ ഇനി അടുത്തത് തിരിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ 2 ഷേപ്പിലും വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ 2 വളകളും ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ചെയ്യാൻ പോകുന്നത് ആ ഒരു ഗ്യാപ്പ് കണ്ടില്ലേ, ആ എന്താ പറയുക നമ്മൾ ആ ചന്ദ്രക്കലയുടെ അവിടെ 2 സൈഡിലും ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ ഇതുപോലെ അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡിലും ഒക്കെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലൊക്കെ നമ്മൾ ആ ഷുഗർ ബീഡ്സ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയിൽ നമുക്കത് കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മളുടെ ആര്യ വർക്കിൻ്റെ നമ്മൾ നീഡിലുണ്ടല്ലോ, നമുക്ക് 15 രൂപ കൊടുത്താൽ കിട്ടുന്ന ആ ഒരു നീഡിൽ കൊണ്ട് ബാക്ക് കൊണ്ട് നമുക്ക് ഇതുപോലെ ആ ഷുഗർ ബീഡ്സിന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതാ കണ്ടില്ലേ, ഇതുപോലെ വെച്ചെടുക്കാൻ പറ്റും. അതിൻ്റെ അടിയിൽ കുറച്ച് പശയാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ എളുപ്പത്തിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഞാനതാ നമ്മളുടെ 2 ആ വീതി കൂടിയ വളകളും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കണ്ടില്ലേ, മറ്റേതൊക്കെ ഉണങ്ങിയിട്ടോ, ഫസ്റ്റ് ചെയ്തെടുത്തതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. പക്ഷേ എത്ര പെട്ടെന്ന് ഉണങ്ങിയാലും നമ്മൾ ഒരു ദിവസം എന്തായാലും ഈ വള ഉണങ്ങാനായിട്ട് വെക്കുക. അപ്പോൾ നമുക്കിതിലൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ വളയൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതാട്ടോ എൻ്റെ ഈ ഒരു ഞാൻ ഉണ്ടാക്കിയ വള ഇതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.